ഹായ് ഓൾ, അങ്ങനെ സലാഡിലെ ഡേ 2 ആണിത്. നമ്മൾ നെസ്ലി എന്നുള്ള റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അറൗണ്ട് ഒരു 10:30ക്കാണ് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ നെസ്ലി താമസിച്ചത് അൽമജാൻ ഗസ്റ്റ് ഹൗസിലായിരുന്നു. 127 AED ആണ് അവിടുത്തെ ടോട്ടൽ കോസ്റ്റ് ഓഫ് റെൻ്റായത്. സോ നമ്മളിതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സലാലെത്തിയപ്പോൾ ആ ഒരു കോട ഫുട്ടേജ് പകലുള്ളത് നമ്മുടെ കസിൻ നമ്മളെക്കാട്ടി കുറച്ച് നേരത്തെ പോയിരുന്നു. അവർ ഷെയർ ചെയ്യുന്ന ഫുട്ടേജാണിത്. നമ്മൾ പോയപ്പോൾ ഞാൻ പുറകെ കാണിക്കാം. ഏതാണ്ട് നിസ്വ ടു സലാല 8 മണിക്കൂറാണ് ഉണ്ടായത്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്കെല്ലാം എടുത്ത് പോയപ്പോൾ 10 hours ഈ ഒരു റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡെസേർട്ടാണ്. ഇതുപോലെ ഇടയ്ക്ക് പെട്രോൾ പമ്പിനോട് ചേർന്നാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഷോപ്പൊക്കെ കാണാൻ പറ്റുക. ഇത് ഹൈമ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഉള്ളൊരു വ്യൂ ആണ്. ഈ ഹൈമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പൊടിക്കാറ്റുണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവും. ഈ പൊടിക്കാറ്റ് വന്നിട്ട് മണൽ രണ്ട് സൈഡും ഡിപ്പോസിറ്റ് ഉണ്ടാവും. നല്ല ശക്തിക്കാണ് കാറ്റ് ആ സമയത്ത് വീശുന്നത്. ഇത് നമ്മൾ ഏകദേശം തുമ്രേത്ത് എത്തിയപ്പോൾ ഉള്ളതാണ്. അതുവരെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റോ ഒന്നും ഉണ്ടാവില്ല. ഹൈമ പറഞ്ഞ് കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 122 കിലോമീറ്റേഴ്സിലേക്ക് പെട്രോൾ പമ്പ് പോലും ഇല്ല. അപ്പം വരുന്നവരാ ഹൈമ ആ ഭാഗത്ത് നിന്ന് തന്നെ പെട്രോൾ അടിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും സേഫ്. ഈ തുമ്രേത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ സലാലയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി സലാലയ്ക്ക് ഒരു 26 കിലോമീറ്റേഴ്സ് അത്രയൊക്കെ ആയി. അപ്പോൾ നമുക്കിങ്ങനെ സലാല എത്താറാവുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയൊരു ലോങ് ജേർണി വന്നതിന് നമ്മൾ ടയേർഡല്ലായിരുന്നു. കാരണം എല്ലാവർക്കും സലാല കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. സലാല എത്താറായപ്പോൾ എന്തായി, ഇങ്ങനെ ഹ്യൂമിഡിറ്റിയൊക്കെ ലോ ആയിട്ട് ഈർപ്പം ചെറിയ ചാറ്റൽ മഴയൊക്കെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പം പിന്നെ നമ്മളിനി കട്ട കോടമഞ്ഞിലേക്കാണ് പോകുന്നതെന്ന് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പം നമ്മളിങ്ങനെ അത് എക്സ്പെക്റ്റ് ചെയ്തിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഇടയ്ക്ക് കോട മിസ്സാവുമെന്നൊരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഈ കോട സ്റ്റാർട്ടായി. കോടമഞ്ഞ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, കോട ഹെവിയായി മീൻസ് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയായി. തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടി പോലും കാണാൻ പറ്റാത്ത അത്ര ഹെവി കോടമഞ്ഞ്. പുറത്തോട്ട് വെച്ചാൽ നല്ല തണുപ്പ്, കയ്യിലോട്ട് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ വീഴും. അത്രയും പച്ചപ്പും ഒരു കണ്ണ് പോലും കാണാൻ പറ്റാത്ത കോടമഞ്ഞ് ഒരു ഭയങ്കര അനുഭവമായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയധികം കോടമഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ മൂന്നാറിൽ ഹോട്ടലിൽ പോലും കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ ഉടനെ പിന്നെ പച്ചപ്പായി. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല പച്ചപ്പ്. നമ്മളിപ്പോൾ അവിടെ ഇറങ്ങി നിന്ന് സ്ഥലമൊക്കെ ചെറുതായിട്ടൊന്ന് നോക്കിയിരുന്നു. നോക്കിയതിൻ്റെ മുന്നോട്ടുള്ള യാത്ര വീണ്ടും തുടർന്ന് കഴിഞ്ഞ ഒരു 9 hours ട്രാവൽ കഴിഞ്ഞ് നമ്മളൊരു 11:30 ആയി അവിടെ എത്താൻ. ഈ വ്യൂ എനിക്ക് കാണുമ്പോൾ ഒരു റിസംബ്ലൻസ് തോന്നി. നമ്മൾ ഊട്ടിയിൽ ഇതുപോലെ ഊട്ടി എത്താറാകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റ് വീടിൻ്റെയൊക്കെ കാണും. അതാണ് എനിക്ക് പെട്ടെന്നൊരു റിസംബ്ലൻസ് തോന്നിയത്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയാൽ മതി എന്നുള്ളൊരു ഇതാണുള്ളത്. അപ്പം നമ്മളിന്നിവിടെ ബുക്ക് ചെയ്തേക്കുന്നത് ഗോൾഡൻ സീഡ്സൺ അപ്പാർട്ട്മെൻറ്റിൽ ഒരു 3 BHK റൂമും ഒരു 1 BHK ആണ്. ഏതാണ്ട് പെർ ഡേ ആകുന്നത് 250 dirhams റൂമിനാവുന്നത്. ഉണ്ട് സലാലയിൽ തെങ്ങൊക്കെ ഇങ്ങനെ നിൽക്കുന്ന തെങ്ങൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു.